ഡോക്ടർ വിളിക്കുന്നുണ്ടേ. ഒരു മിനിറ്റ്, ഇപ്പൊ അവധിക്കാലത്ത് കുടുംബം ഒന്നിച്ച് ആസ്വദിക്കാൻ പറ്റിയ രസകരമായൊരു മൂവിയാണ് പാൽത്തു ജാൻവർ. ഒരു കാലത്ത് സത്യനന്ദിക്കാട് സിനിമകളിൽ നമ്മൾ ആസ്വദിച്ചിരുന്ന ഗ്രാമീണ അനുഭൂതി ഈ സിനിമയിൽ ഒരു പരിധിവരെയൊക്കെ അനുഭവിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. ലീഡ് റോളിൽ കൈകാര്യം ചെയ്തിട്ടുള്ള ബേസിൽ തന്നെയാണ് ഈ സിനിമയിലെ മുഖ്യ ആകർഷണം. പഞ്ചായത്ത് കുറെ കാലമായിട്ട് കാത്തിരുന്ന് കിട്ടിയതാ. താങ്ക് യു. പിടിച്ചിരുന്നോണേ കുട്ടാ. പ്രേമത്തിലെ നിവിൻ പോളിയെ പോലെ, ഹൃദയത്തിലെ പ്രണവിനെ പോലെ പ്രേക്ഷകർക്ക് അയാളിൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഘടകങ്ങളെ സമർത്ഥമായി ബേസിലിനെ കൊണ്ട് അവതരിപ്പിച്ചെടുക്കാൻ ഇതിന്റെ സംവിധായകൻ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പ്രേക്ഷകരുടെ ആ ഒരു ഇഷ്ടം കുറച്ചുകൂടി കൂടാൻ മേലുദ്യോഗസ്ഥനായ ഷമ്മി തിലകൻ അവതരിപ്പിച്ച ഡോക്ടറുടെ കഥാപാത്രവും ചേച്ചിയെ അവതരിപ്പിച്ച ഉണ്ണിമായുടെ കഥാപാത്രവും അവരുടെ പെരുമാറ്റ രീതിയും കുറെ കൂടി സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നി. ചേച്ചി എന്റെ പാഷൻ കാണാം. എന്റെ മാവനെ കൊണ്ട് അതിനൊന്നും ആവൂതന്നേ. ഗ്ലോ കണ്ടറിഞ്ഞുകൂടെ കുട്ടാ. മൗലികമായ ഒരു കഥയുടെ ഭംഗിയും ശക്തിയും ചെറുതല്ല. കോവിഡ് കാല ആശയ നിക്ഷേപങ്ങളുടെ വിളവെടുപ്പ് നടത്തുന്ന നല്ല കാലം കൂടിയാണിത്. ഇതൊരു വലിയ പഞ്ചായത്താണ്. എല്ലാ വീടുകളിലും എന്തെങ്കിലുമൊക്കെ വളർത്തുമൃഗങ്ങളുണ്ടാവും. അവറ്റങ്ങൾക്ക് നമ്മളേ ഉള്ളൂ. ബേസിലിന്റെ കഥാപാത്രത്തിന് ശക്തി പകർന്നുകൊണ്ട് ശ്രുതി സുരേഷും ജോണി ആന്റണിയും ഷമ്മി തിലകനും കിരണും ജയ എസ് കുറുപ്പും ഇന്ദ്രൻ സേഠനും ഒക്കെ കൂടെയുള്ളതാണ് സിനിമയുടെ മറ്റു ആകർഷണം. സിനിമയുടെ മറ്റൊരു ആകർഷണം അതിന്റെ ഹൃദ്യമായ മ്യൂസിക്കാണ്. ഇന്ദ്രൻ സേഠന്റെ കഥാപാത്രത്തെ നയിക്കുന്ന ഒരിറ്റു ചാരായവും സിനിമയിലെ ഒരു കഥാപാത്രമാണെന്ന് ക്ലൈമാക്സിനോട് അടുത്ത ഒരു സീനിൽ നമുക്ക് വ്യക്തമാകുന്നുണ്ട്. സിനിമ നമുക്ക് തരുന്നത് ഒരു എക്സ്പീരിയൻസ് ആണ്. പാൽത്തു ജാൻവർ ഹൃദ്യമായൊരു അനുഭൂതി തരുന്നുണ്ട്. സോ എവറിത്തിങ് ഈസ് ഓക്കെ. ഗോ വാച്ച് പാൽത്തു ജാൻവർ.